വാർത്തയിലേക്ക്. സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണ ചുമതല ശശി തരൂരിനെ ഏൽപ്പിച്ച കോൺഗ്രസ് നേതൃത്വം. നിയമസഭയിൽ സർക്കാരിനെതിരായ കടന്നാക്രമണത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് നേതൃത്വം നൽകും. കേരളത്തിലെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള എഐസിസിയുടെ കർമ്മ പദ്ധതിയിലാണ് നിർണായക തീരുമാനം വന്നത്. ഇടത് സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ സഭയ്ക്കകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താനാണ് കെപിസിസി നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇടത് സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടുന്നതിനും യുവാക്കൾ, കന്നി വോട്ടർമാർ, മതസാമൂഹിക സംഘടനകൾ തുടങ്ങിയവരുമായി ഇടപെടുന്നതിനും ബഹുമുഖ കർമ്മ പദ്ധതിയാകും എഐസിസി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കെപിസിസി നടപ്പിലാക്കുക. ഒരേ സമയം LDF സർക്കാരിന്റെ വ്യവസായ, തൊഴിൽ, സാമ്പത്തിക മേഖലകളിലെ നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടിയും കോൺഗ്രസിന്റെ നിക്ഷേപ, തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയുമുള്ള പ്രചാരണത്തിന് ശശി തരൂർ MP നേതൃത്വം നൽകും. ഈ രംഗങ്ങളിലെ പാർട്ടിയുടെ നയരൂപീകരണത്തിലും തരൂർ സജീവമാകും. തരൂരിന്റെ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതു മുന്നണിക്കുള്ള മറുപടി കൂടിയാകും ശശി തരൂരിന്റെ പുതിയ ദൗത്യം. LDF സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗം, ഭരണകൂട ധാർഷ്ട്യം, നയപരാജയങ്ങൾ എന്നിവ തുറന്നുകാട്ടിക്കൊണ്ട് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ഏകോപിത ആക്രമണത്തിന് നേതൃത്വം നൽകും. സുപ്രധാന വിഷയങ്ങളിൽ മറ്റ് മുതിർന്ന അംഗങ്ങളുടെ ഇടപെടലും ഉറപ്പുവരുത്തും. സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ നേരിട്ടുന്നയിക്കാൻ നിയമനിർമ്മാണ അവസരങ്ങളും പരമാവധി ഉപയോഗിക്കും. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് KPCC പ്രസിഡന്റ് K. സുധാകരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുമായി വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തും. പ്രധാന തീരുമാനങ്ങളിലും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരുടെ നേതൃപരിചയം ഉപയോഗപ്പെടുത്തും. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബൂത്ത്, മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഊർജ്ജസ്വലമാക്കും. ഡിജിറ്റൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെൻഡ് സെറ്റിംഗ് എന്ന ആശയവും നടപ്പിലാക്കും. യുവാക്കളെയും നവ വോട്ടർമാരെയും ലക്ഷ്യമാക്കിയുള്ള സമൂഹ മാധ്യമ ക്യാമ്പയിനുകൾ സജീവമാക്കാനും യുവ നേതാക്കൾക്ക് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യൻ തന്നെ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും തരൂരിന് തന്ത്രപ്രധാന ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ലക്ഷ്യം അത് ഭരണം തിരിച്ചു പിടിക്കുക എന്നത് മാത്രമല്ലേ AICCയുടെ കർമ്മ പദ്ധതി, അല്ലേ ഡാൻ? ഭവ്യ, 2026 കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ആലോചിക്കാൻ കൂടി വയ്യ. അത് സംഘടനാ തലത്തിൽ ആത്മഹത്യാപരമായ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുമെന്നൊരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിന് ഉൾപ്പെടെയുണ്ട്. സാധാരണയായി തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് മാത്രം, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകണം, പ്രചാരണം എങ്ങനെ വേണം എന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിൽ വിശദമായ ചർച്ചകൾ നടക്കുക. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കൃത്യം ഒരു വർഷം മുമ്പ് തന്നെ AICC നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ കർമ്മ പദ്ധതിയുമായി AICC രംഗത്തെത്തിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിയമസഭയിൽ അടക്കം LDF സർക്കാരിനെതിരെ, സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ, സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നടത്തുന്ന കടന്നാക്രമണങ്ങൾ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം നേതാക്കൾ ഒരുമിച്ച് നിന്ന് പാർട്ടിയെ നയിക്കുകയാണ് എന്ന ഒരു സന്ദേശം സാധാരണ പ്രവർത്തകരിലേക്ക് എത്തിക്കണമെന്നാണ് AICC മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ നേതൃത്വം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാനായി പാർട്ടിയെ സജ്ജമാക്കാനുള്ള നിർദ്ദേശം അവർക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ശശി തരൂർ നടത്തിയ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ പരാമർശങ്ങളൊക്കെ കോൺഗ്രസിനെതിരെ വലിയ തരത്തിൽ ആയുധമാക്കി മാറ്റാനുള്ള നീക്കം LDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു ഘട്ടത്തിൽ തരൂർ കോൺഗ്രസ് വിട്ടേക്കുമോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പ്രചരിച്ചു. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി തരൂരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഒരു നിർണായകമായ പദവിയിലേക്ക് ശശി തരൂർ എത്തിയേക്കുമെന്ന വിവരങ്ങൾ നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സർക്കാരിന്റെ ഭരണവിരുദ്ധ പ്രചാരണം, സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണവിരുദ്ധ പ്രചാരണത്തിന്റെ ചുക്കാൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിന് നേതൃത്വം നൽകാൻ ശശി തരൂരിനെ പാർട്ടി ഏൽപ്പിക്കുന്നു എന്നൊരു നിർണായകമായ തീരുമാനമെത്തുന്നത്. അവിടെ അതിന്റെ നയരൂപീകരണത്തിലടക്കം ശശി തരൂരിനായിരിക്കും നിർണായകമായ പങ്ക്. അതോടൊപ്പം
രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തും. ഡബിൾ പഞ്ച് എന്ന വാക്കാണ് AICC ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഡബിൾ പഞ്ചിങ്, നിയമസഭയിൽ ഡബിൾ പഞ്ച് സർക്കാരിനെ ഏൽപ്പിക്കുന്ന വലിയ പ്രഹരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനാണ് മുൻ പ്രതിപക്ഷ നേതാവിനും നിലവിലെ പ്രതിപക്ഷ നേതാവിനും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഈ തരൂരിന്റെ മുൻ നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതുമുന്നണിക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു തന്ത്രപ്രധാനമായ നീക്കം, അല്ലെങ്കിൽ തരൂരിന്റെ പുതിയ ചുമതല എന്ന് പറയാമല്ലേ? അതായത് ഈ പോഡ്കാസ്റ്റിൽ അദ്ദേഹം നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് പത്രത്തിൽ, ദേശീയ മാധ്യമത്തിൽ അച്ചടിച്ച് വന്നത് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി സമൂഹ മാധ്യമത്തിൽ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് തലേ ദിവസം രാത്രിയിൽ പോസ്റ്റ് ഇടുന്നു. പത്രം തന്നെ ഒരു അച്ചടിപ്പിശക് സംഭവിച്ചിട്ടുണ്ട്, അർത്ഥം മാറിയാണ് അവിടെ നൽകിയത് എന്ന തരത്തിൽ പത്രം വിശദീകരണമായി രംഗത്തെത്തുന്നു. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തെ ആഴ്ചകളോളം വെട്ടിലാക്കിയ വിവാദങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും കെട്ടടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന് പിന്നാലെയാണ് ശശി തരൂരിനെ പാർട്ടിയുടെ നേതൃനിരയിൽ സജീവമാക്കുന്നതിനുള്ള ഒരു ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്കറിയാം, ആദ്യ ലേഖന വിവാദം ഉണ്ടായതിന് പിന്നാലെ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി ശശി തരൂരിനെതിരെ നടത്തിയത്. പക്ഷേ രണ്ടാമത് അതിനേക്കാൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തരൂരിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വളരെ കരുതലോടെയായിരുന്നു, പക്വതയോടെയായിരുന്നു നേതാക്കളുടെ പ്രതികരണം. അത് തന്നെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലിന്റെ പ്രതിഫലനമായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വവുമായി ദേശീയ നേതൃത്വം ചർച്ച നടത്തുന്നത്. അപ്പോഴാണ് നിർണായകമായ ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇനി ലക്ഷ്യം അതൊന്നു മാത്രമേ ഉള്ളൂ, അത് ഇനി അടുത്ത ഭരണമാണ്. ആ ഭരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, ശശി തരൂരിന് താഴെത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ സ്വാധീനമുണ്ട്. ഏറ്റവും പ്രധാനമായി യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ശശി തരൂർ. അദ്ദേഹത്തിന് വാക്കുകൾ കേൾക്കാൻ ആളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഒരു പക്ഷേ ഈ സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളൊക്കെ ചുക്കാൻ പിടിക്കാൻ, അല്ലെങ്കിൽ മുൻപിൽ നിൽക്കാൻ ശശി തരൂരിനെ തന്നെ പാർട്ടി നിയമിച്ചതല്ലേ? അല്ല, അവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു മധുര പ്രതികാരം തന്നെ ആയിരിക്കാം അത്. കാരണം തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയ മുഴുവൻ ഇടത് നേതാക്കൾക്കുമുള്ള ഒരു മറുപടിയായി മാറും. അതേ തരൂർ ആരെയാണോ പുകഴ്ത്തിയത് അവർക്കെതിരായ വിമർശനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ തരൂരിനെ തന്നെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ റിവെഞ്ചായി മാറുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികാരം ആശയപരമായി നടപ്പിലാക്കാൻ തരൂരിനെ തന്നെ പാർട്ടി ചുമതല ഏൽപ്പിക്കുന്നതിലൂടെ അതിന്റെ സ്വാധീനം താഴെത്തട്ടിലേക്ക്, അതായത് കോൺഗ്രസ് വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ അനുഭാവമുള്ള മറ്റ് പാർട്ടികളിലെ ആളുകളുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാനായാൽ മാത്രമേ UDFന് അധികാരത്തിൽ തിരികെ എത്താൻ കഴിയുമെന്ന ആശയം ആദ്യഘട്ടം മുതൽ ആവർത്തിക്കുന്നത് ശശി തരൂരാണ്. അതേ തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള കോൺഗ്രസിന് അപ്പുറത്തേക്ക് നിർത്തുന്ന വോട്ട് ബാങ്കുകൾ കൂടി ആ പാർട്ടിയിലേക്ക് സ്വാധീനിക്കുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും ഒരു അവ്യക്തത കോൺഗ്രസ് ആണ്. നമുക്കറിയാം, ആര് മുന്നിൽ നിന്ന് നയിച്ചാലും മുഖ്യമന്ത്രി ആരാകുമെന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങളും ചർച്ചകളുമൊക്കെ പരക്കും. പക്ഷേ ഇവിടെ കൃത്യമായ ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒരു നേതാവിനെയും ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരിക്കില്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പിനെ കൂട്ടായ നേതൃത്വം നേരിടും. അതിനുശേഷം ഹൈക്കമാൻഡ് ആയിരിക്കും ആര് അധികാരം ലഭിച്ചാൽ കോൺഗ്രസിനെ UDFനെ നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആയിരിക്കുമെന്ന നിർദ്ദേശമാണ് നേതാക്കൾക്ക് മുഴുവൻ നൽകിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് മുൻ KPCC അധ്യക്ഷന്മാരെ അടക്കം വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയിൽ അവരെ കൂടി സജീവമാക്കുന്നതിനുള്ള നീക്കം KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അദ്ദേഹം ഇന്നോ നാളെയോ മുൻ KPCC അധ്യക്ഷൻ VM സുധീരനുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശരി, ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.